സ്കൂൾ അവധിയാണ്. അപ്പോൾ ലീവുള്ള ദിവസങ്ങളിൽ ഇവരെ പരിപാടി ഇതാണ്. കട്ടിലിൽ കയറി തലകുത്തി മറയൽ. ഒരു കളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളെ റൂം ഒരു കോലത്തിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ പരിപാടി റൂമിൻ്റെ സെറ്റിങ്സ് ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുന്നതാണ്. ഇതൊക്കെ ഇവരെ പരിപാടിയാണ്. ഈ ജനലിൻ്റെ മുകളിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നിറച്ച് വെക്കുന്നത്. എത്ര വൃത്തിയാക്കിയാലും പിന്നെയും സാധനങ്ങൾ വന്നതാണ്. അതാണ് ഇവരെ പരിപാടി. ആദ്യം ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ജനലൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാം. ജനലൊക്കെ എപ്പോഴും അടിച്ചു വരുന്നതാണ്. അതായത് ഇന്നലെ പറശ്ശിനിയിൽ നിന്ന് നീത്തൂട്ടന് വാങ്ങിയ പാമ്പാണ്. അപ്പം അതിനെ കൊണ്ടാ കളിയല്ലോ. അലമാര നിറച്ച് നീത്തൂട്ടൻ്റെ പാവകളും പൂച്ചയും കരടിയും ടൈഗറും ഒക്കെയാണ്. എല്ലാ ദിവസവും ഇതൊക്കെ അടുത്ത് വെച്ച് കിടന്നിട്ടാണ് നീത്തൂട്ടൻ ഉറങ്ങുന്നത്. എപ്പോഴും ഉറങ്ങുമ്പോൾ ഒന്നുകിൽ ഒരു പൂച്ചയോ അല്ലെങ്കിൽ ടൈഗർ അല്ലെങ്കിൽ ഒരു പാവക്കുട്ടി എന്തെങ്കിലും ഒന്ന് അടുത്ത് വേണം എപ്പോഴും ഉറങ്ങുമ്പോൾ. അതില്ലെങ്കിൽ ഉറങ്ങാൻ കുറച്ച് വിഷമമാണ്. നീത്തൂട്ടൻ കുറച്ച് വികൃതിയാണെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ സഹായിക്കാൻ നീത്തൂട്ടനേ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്ത് ജോലി പറഞ്ഞാലും ചെയ്തു തരും. എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കണം. അതാണ് നീത്തൂട്ടൻ്റെ പരിപാടി. വെറുതെ ഇരുന്ന് ശീലമില്ല, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, തലകുത്തി മറിഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നിട്ട് നമുക്ക് ആദ്യം കർട്ടൻ ഉണ്ടാവും അല്ലേ, അവിടെയും ഇവിടെയുള്ള കർട്ടൻ റെഡിയാക്കി. എല്ലാ ദിവസവും വൃത്തിയാക്കുന്നുണ്ട്. എത്ര വൃത്തിയാക്കിയാലും ഇവരെ കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടും മറിച്ചിട്ടും എപ്പോഴും വൃത്തികേടാണ്. എത്ര പറഞ്ഞാലും എടുത്തു വെക്കുകയില്ല. എനിക്ക് തന്നെ പണി ദിവസം. അമ്മമാർക്ക് പണി തീരില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ് കേട്ടോ. രാവിലെ എല്ലാ പണികളും കഴിഞ്ഞു, ചായൻ്റെതും ഉച്ചക്കത്തെ ചോറിൻ്റെതും കറികളും എല്ലാം ഉണ്ടാക്കി വെച്ച് വെറുതെ ഇരിക്കാമെന്ന് വെച്ചാൽ പറ്റില്ല. അപ്പോഴത്തേക്ക് എന്തെങ്കിലും വൃത്തിയാക്കാനും, വീട് ക്ലീനിങ്ങിന് തന്നെ ഒരു ദിവസം മുഴുവൻ എടുത്താലും തീരുമില്ല ഒരു വീട് ക്ലീനിങ് എന്ന് പറയുന്നത്. നമ്മളെല്ലാം എടുത്ത് വൃത്തിയാക്കി ഒന്ന് ക്ലീനാക്കി അപ്പുറത്ത് പോയി ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കിൽ പിന്നെ അങ്ങനെ തന്നെയാവും. സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ പിന്നെ പറയാനുമില്ല. അപ്പോൾ കർട്ടനൊക്കെ ഇട്ട് നമ്മളെ കട്ടിലിൻ്റെ വിരിയൊക്കെ മാറ്റി ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. എത്ര നേരത്തേക്ക് ഉണ്ടാവും എന്നറിയില്ല. രാത്രി ഇനി ഉറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം തട്ടിക്കുടഞ്ഞ് വിരിക്കേണ്ടി വരും. അതാ ഇവിടുത്തെ അവസ്ഥ. ഈ റൂമിൽ കട്ടിലും ചുമരലമാരയും മാത്രമേ ഉള്ളൂ. പിന്നെ ടോയ്ലറ്റുണ്ട്. നമ്മൾ അലമാര അപ്പുറത്തെ റൂമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പുറത്താണ് കുട്ടൂസിൻ്റെ റൂം. അപ്പോൾ അതിൻ്റെ അകത്താണ് അലമാര വെച്ചിട്ടുള്ളത്. ഈ റൂമിൻ്റെ അകത്ത് അലമാരയും കൂടി വെക്കുമ്പോഴത്തേക്കിൽ ചിലപ്പോൾ വല്ലാണ്ട് കുടുങ്ങിയ പോലെ തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പുറത്തേക്ക് മാറ്റിയിട്ടിട്ടുള്ളത്. അപ്പം നമ്മളെ പണി ഏകദേശം തീർന്നിട്ടുണ്ട്. നീത്തൂട്ടൻ കുറച്ച് നല്ലോണം സഹായിച്ചിന്. ഇനിയിപ്പോൾ അവിടെ കിടക്കേണ്ട പരിപാടിയാണ്. എപ്പോഴും കുട്ടൂസാണ് വീഡിയോ ചെയ്യാറ്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം.